Hello students, now we come to a simple proposition connected with the concept of connectedness. In spite of the length of the proposition, the concept of the proposition is very simple. These are equivalent conditions and you know how to prove it. 1 implies 2, 2 implies 3, 3 implies 4 and 5 implies 1 in normal way. We are proving in that logic, and the proofs are very simple. The condition that we can see as the first one is the condition that we see in connectedness. Connectedness definition ആണെന്നല്ല, അവിടെ കണ്ട കണ്ടീഷനാണ്. x equal to a union b, a bar intersection b bar equal to 5 എന്ന കണക്റ്റഡ്നെസ് നമ്മൾ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അത് അങ്ങനെ എഴുതാൻ പറ്റാതെ വരുമ്പം സ്പേസ് കണക്റ്റഡ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ ഈ കണ്ടീഷനെ റീപ്ലേസ് ചെയ്യാൻ, അവിടെ എഴുതിയ ആ കണ്ടീഷനെ റീപ്ലേസ് ചെയ്യാൻ ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് എ സ്പേസ് ഈസ് കണക്റ്റഡ് ഇഫ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ് എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി, എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ ഈക്വൽ ടു 5, നോൺ എംപ്റ്റി സെറ്റ്സ് എ ആൻഡ് ബി. ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ. ഇൻസ്റ്റെഡ് ഓഫ് that we can say that space is connected if it is impossible to write x equal to a union b, a intersection b equal to 5 with a and b are non-empty closed subsets in x, or x equal to a union b, it is impossible to write x equal to a union b, a intersection b equal to 5 with the a and b non-empty open subsets of x, or it is impossible to write b equal to x minus a with the boundary of a equal to 5, or as we can see in 3. That is the benefit of this proposition. അപ്പോൾ നീളം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, പ്രപ്പോസിഷൻ വളരെ സിമ്പിൾ തന്നെയാണ്. ഫസ്റ്റ് what will be proof equivalent conditions. So first we prove 1 implies 2 എന്നാണ് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? അസ്യൂം x equal to, ഇത് നമ്മുടെ കയ്യിലുണ്ട്, x equal to a യൂണിയൻ b എന്ന് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എന്താ ഉള്ളത്? a ബാർ ഇന്റർസെക്ഷൻ ബി ബാർ 5 ആണെന്നും നമ്മുടെ കയ്യിലുണ്ട്. ഇതിലൊരു കാര്യം വളരെ എളുപ്പമെന്ന് കിട്ടും. എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ 5 ആണെങ്കിൽ, ഈക്വൽ ടു 5 ആണെങ്കിൽ, ഇത് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ബാർ ആൻഡ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ബാർ. അപ്പോൾ എക്കാളും ബിയേക്കാളും വലിയ എ ബാറിനകത്താണ്, ബി ബാറിനകത്താണ്. എ ബാറിനും ബി ബാറിനും കോമൺ ആയിട്ടില്ലെങ്കിൽ പിന്നെ എക്കും ബിക്കും എങ്ങനെ കോമൺ പോയിന്റ്സ് ഉണ്ടാവും? A intersection B also 5 under the assumption A intersection B 5. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രൂവ് ചെയ്യണ്ട. A intersection B equal to 5 എന്നുള്ളത് പെട്ടെന്ന് കിട്ടും. Since A subset of A bar, B subset of B bar and A bar intersection B bar equal to 5, we get A bar intersection B bar equal to 5. അത് കിട്ടും. X equal to A union B അതേപോലെ തന്നെ ഇവിടെയും ഫോളോ ചെയ്യും. അപ്പോൾ അത് രണ്ടും ഉണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എയും ബിയും ക്ലോസ്ഡ് സെറ്റ്സ് ആണ് എന്നാണ്. അപ്പം എയുടെ പ്രൂവ് ചെയ്താൽ അതുപോലെ തന്നെ നമുക്ക് ബിയുടെയും പ്രൂവ് ചെയ്യാവുന്ന ഒരു പ്രൂഫ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക. ഒരു സെറ്റ് ക്ലോസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ, എ ക്ലോസ്ഡ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത്? അല്ലെ ലാസ്റ്റ് സ്റ്റെപ്പ് എ ക്ലോസ്ഡ് എന്നായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ എയും എ ബാറും ഈക്വൽ ആണെങ്കിൽ എ ക്ലോസ്ഡ് എന്നായിരിക്കും. എയും എ ബാറും ഈക്വൽ ആണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് എ ബാർ എന്നും കിട്ടിയിട്ടുണ്ടാവും, എ ബാർ സബ്സെറ്റ് ഓഫ് എ എന്നും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും പ്രൂഫ്. ഇത് പുറകെ നിന്ന് എഴുതി വരുമോ, ഇങ്ങനെ നിങ്ങൾക്ക് കൂട്ടിമുട്ടിക്കാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രൂവ് ചെയ്യുന്ന ഒറിജിനൽ പ്രൂഫിൽ പോലും ആദ്യമായിട്ട് ചെയ്തയാൾ പോലും ചെയ്തിട്ടുണ്ടായേക്കാവുന്ന ഒരു ലോജിക്കാണ് ഇതൊക്കെ. ഇപ്പോൾ എ ക്ലോസ്ഡ് ആണെന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ അവസാന ഭാഗത്തുള്ള സ്റ്റെപ്പുകൾ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്കിത് കിട്ടാൻ എന്താ മാർഗം? യൂഷ്വലി എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ബാർ. അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. എ ബാർ സബ്സെറ്റ് ഓഫ് എ എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതിയാവും. ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി എന്ന് കയ്യിലുണ്ട്. എക്സ് എ യൂണിയൻ ബി ആണെങ്കിൽ, എക്സ് എന്ന് പറയുന്ന ഫുൾ സെറ്റാണ്. അപ്പോൾ എയിൽ കൂടുതൽ എടുത്താലും ബിയിൽ കൂടുതൽ കുറച്ചുകൂടെ പോയിന്റ്സ് എടുത്താലും എക്സിൽ കൂടുതലൊന്നും വരാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇത് ശരിയല്ലേ? എ ബാർ യൂണിയൻ ബി ബാർ എന്തായിരിക്കും? എക്സ് തന്നെയല്ലേ? എക്സ് ഈക്വൽ ടു എ ബാർ യൂണിയൻ ബി ബാർ എന്ന് നമുക്ക് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് എ ബാർ ഈസ് എ സബ്സെറ്റ് ഓഫ്, എ ബാർ ഈസ് എ സബ്സെറ്റ് ഓഫ് എന്നാ എക്സ് മൈനസ് ബി ബാർ. എ ബാർ എക്സ് മൈനസ് ബി ബാറിൻ്റെ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ യൂണിയൻ ആണ് എക്സ് മൈനസ് ബി ബാറിൻ്റെ സബ്സെറ്റ് ആയിരിക്കും എ ബാർ എന്ന് നമുക്ക് ഉറപ്പാണ്. എ ബാർ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ബി ബാർ. ഈ ബി ബാർ ആണ്. അപ്പോൾ ബി ബാറിന് പകരം ഞാൻ ബി കൊണ്ട് അവിടെ റീപ്ലേസ് ചെയ്യുക. ക്യാൻ യു കമ്പയർ എക്സ് മൈനസ് ബി ബാർ ആൻഡ് എക്സ് മൈനസ് ബി ഇൻ ടേംസ് ഓഫ്
സെറ്റ് നൊട്ടേഷൻ. എക്സ് മൈനസ് ബി ബാറിന് എക്സ് മൈനസ് ബി നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. എക്സ് ഫുൾ സെറ്റ് ആണ്, ബി ബാറിലായിരിക്കും കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എക്സ് മൈനസ് ബി ബാർ, അപ്പോൾ കൂടുതൽ മെമ്പേഴ്സ് ഇവിടെ നിന്ന് പോയി, ഇവിടെ കുറച്ച് ആൾക്കാരെ പോയിട്ടുള്ളൂ എക്സിൽ നിന്ന്, അപ്പോൾ എക്സ് മൈനസ് ബി ആയിരിക്കും വലുത്. ഇങ്ങനെയുണ്ട് നിങ്ങൾക്കറിയാം. ഇവിടെ ഈ ഇക്വാളിറ്റിയും കൂടെ വേണമെങ്കിൽ ആകാം കേട്ടോ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. സാധാരണ നിങ്ങളുടെ ബുക്കിൽ നിന്ന് അങ്ങനെ ഇക്വാളിറ്റി ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അത് എഴുതാറില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യം എഴുതാതിരുന്നത്. ഇപ്പം നോട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എ ബാർ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ബി ബാർ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ബി. എ ബാർ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ബി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനായില്ല. പക്ഷെ എക്സ് മൈനസ് ബി ഇപ്പം എന്താ, എക്സ് എ യൂണിയൻ ബി ആണ്, എ ഇന്റർസെക്ഷൻ ബി ഫൈ ആണെന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോമൺ ആയിട്ട് പോയിന്റ്സ് ഒന്നും ഇല്ല, അപ്പോൾ കോംപ്ലിമെന്റ് എടുത്താൽ എന്നാ വരും, എക്സ് മൈനസ് ബി ഈക്വൽ ടു എ എന്ന്, എക്സ് മൈനസ് ബി ആണ്, എക്സ് മൈനസ് ബി ഈക്വൽ ടു എന്ന് കിട്ടും. കാരണം എന്നാ, എയും ബിയും കൂടെ ചേർന്ന എക്സ് ആണ്, അവർക്ക് കോമൺ ആയിട്ട് പോയിന്റ് ഒന്നും ഇല്ല എന്ന് നമ്മൾ ഈ പാർട്ടിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഉറപ്പാണ് കോമൺ ആയിട്ട് പോയിന്റ് ഒന്നും ഇല്ല, ബിയിലില്ലാത്തതൊക്കെ അപ്പോൾ എ തന്നെയാണ്. രണ്ടും കൂടെ ചേർന്ന എക്സ് ആണ്, കോമൺ ആയിട്ടൊന്നും ഇല്ല. എക്സ് മൈനസ് ബി ഈക്വൽ ടു എ. അത് ഉറപ്പില്ലാത്തപ്പോൾ നമുക്ക് സബ്സെറ്റ് കൊണ്ട് എഴുതാൻ പറ്റുള്ളൂ, എക്സ് മൈനസ് ബി ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവരെ യൂണിയൻ എക്സ് ആണ്, ഇന്റർസെക്ഷൻ ഫൈ ആണ്, അതുകൊണ്ട് എക്സ് മൈനസ് ബി ഈക്വൽ ടു എ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് കിട്ടിയത് ഇപ്പോൾ എന്താ, എ ബാർ സബ്സെറ്റ് ഓഫ് ആദ്യത്തെ അവസാനത്തെ നമ്മൾ കൂട്ടി വെച്ച എ ബാർ ഇസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് കിട്ടും. അത് ഒന്നാമത്തെ കാര്യം. ആൻഡ് വി നോ ദാറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ബാർ. ഇത് നമുക്കറിയാം. തീർന്നില്ലേ? എ സബ്സെറ്റ് ഓഫ് എ ബാർ ആൻഡ് എ ബാർ സബ്സെറ്റ് ഓഫ് എ ഇംപ്ലൈസ് എ ഈക്വൽ ടു എ ബാർ ആൻഡ് സോ എ ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ ബിക്കും ചെയ്യാം, ഈ പാറ്റേൺ കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ബാർ എന്ന് പ്രൂവ് ചെയ്യാം. ബി ഈസ് ഓൾസോ ക്ലോസ്ഡ്. സിമിലർലി ബി ഈസ് ഓൾസോ ക്ലോസ്ഡ്. എ ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്തു, അതുപോലെ ബിയും ക്ലോസ്ഡ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ദാറ്റ് ഈസ് അണ്ടർ ദ അസംഷൻ 1 വി ഹാവ് പ്രൂവ്ഡ് എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി. പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, അതേപോലെ ഫോളോ ചെയ്തോളും. എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ ഫൈ ആയതുകൊണ്ട് എ ഇന്റർസെക്ഷൻ ബിയും ഫൈ തന്നെയാണ്. എയും ബിയും ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. ഇവിടെയുള്ള കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാനും സാധിച്ചു. സോ 1 ഇംപ്ലൈസ് 2. അതേപോലെ 2 അസ്യൂം ചെയ്യുക, നമ്മൾ 3 പ്രൂവ് ചെയ്യുക. അസ്യൂം ടു പ്രൂവ് 3. 2 ഇംപ്ലൈസ് 3. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ശ്രമിക്കുക. പ്രൂഫിൻ്റെ ബാക്കി മുഴുവനും പാർട്ടും നിങ്ങൾക്ക് ശ്രമിച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള റീസൺസേ ഉള്ളൂ. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ മിച്ചമുള്ള സമയം നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു.